ഹായ്. പതിവില്ലാതെ വെളുപ്പാങ്കാലത്തൊക്കെ എണ്ണീറ്റതിൻ്റെ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത്. എന്നെ ഈ സമയത്തൊക്കെ കാണുന്നത് എനിക്ക് തന്നെ അത്ഭുതമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3:30 ആയപ്പോൾ ഞാൻ ഉണർന്നതാണ് കേട്ടോ. 3:45 വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 3:45 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ക്ലോക്ക് കുറച്ച് ഫാസ്റ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് 4 മണി ആവാറായതാണ്. അപ്പോൾ തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ വെച്ചിട്ട് കുറച്ച് ഡബ്ലോളി തലേന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ 4 മണിക്ക് ഞാൻ ഡബ്ലോളിക്ക് അച്ചാറിടുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഒരാളും അനക്കവും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ഈ വെളുപ്പാങ്കാലത്ത് അത് നല്ലൊരു വൈബാണ് കേട്ടോ. എനിക്ക് ആ വൈബൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഈ ഉറക്കം പോവല്ലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്ക്. ഞാൻ ഇഡ്ഡലിയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ നേരെ അച്ചാറിനുള്ള വെളുത്തുള്ളിയും ഒക്കെ ആയിട്ട് ഒരു ചായ എടുത്തിട്ട് നേരെ ഹാളിലോട്ട് പോയി കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് പതുക്കെയാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ ഒരു കൂമ്പിരുന്ന് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട്. എന്നിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. അതൊക്കെ മാറ്റി തണുക്കാനൊക്കെ വെച്ചിട്ട് അച്ചാറിൻ്റെ പരിപാടികളൊക്കെ നോക്കി. പിന്നെ നമ്മൾ കൂമ്പിനകത്തിൽ അത് അരിഞ്ഞതിനകത്തിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പിട്ട് പുരട്ടിയിട്ട് കുറച്ച് സമയം ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. അതിൻ്റെ കറ പോകാനാണെന്ന് തോന്നുന്നു, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അമ്മ എപ്പോഴും ചെയ്യുന്നതാണ്, ഞാനിപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് ഇതൊക്കെ കുറച്ച് സമയം. ഞാൻ എന്നും 6 മണിക്കാണ് എണീക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇതിനൊക്കെ നിന്നായിരുന്നെങ്കിൽ ഞാൻ ഓടി ഭ്രാന്തെടുത്തേനെ. അപ്പോൾ നേരം 5:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ കഥവൊക്കെ തുറന്നിട്ട് വെട്ടം വന്നോ നോക്കാൻ വേണ്ടി കഥ തുറന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടുമോൻ ഹാജരായിട്ടുണ്ട്. അവനെ രാത്രി അയച്ചിട്ടേക്കുന്നുണ്ട്. അവനിങ്ങനെ വന്നിട്ട് എന്താണ് ഈ തള്ള ഈ സമയത്ത് എണീറ്റ് വന്നതെന്നൊക്കെ ആയിരിക്കും അവനൊരു ഭാവം. ഞാനങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ കഥ അടച്ചിട്ട് പോയിട്ട് ചമ്മന്തിക്കൊക്കെ കടുവൊക്കെ വറുത്ത് തേങ്ങാ ചമ്മന്തിയാണ് ഇഡ്ഡലിക്കുന്നത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാറിനൊന്നും അത് ഞാൻ ആലോചിച്ചതാണ് സാമ്പാർ വെക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇത്തിരി കുറവായപ്പോൾ ഞാൻ എൻ്റെ മണ്ടക്കൂട് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുട്ടുവിനെ കൂട്ടി കയറ്റാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായത്. കുട്ടു എന്നെ അനുസരിക്കുന്നില്ല. കുട്ടു ചേട്ടൻ വിളിക്കുമ്പോഴാണ് സാധാരണ ഓടിപ്പോയി കൂട്ടി കയറാറ്. എന്നും ചേട്ടനാണ് അവനെ കൂട്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ചേട്ടൻ ഒന്നും പറയണ്ട, ഇറങ്ങി വരുമ്പോഴേ അവന് മനസ്സിലാവും പോടാന്ന് പറയുമ്പോൾ പോയി കൂട്ടി കയറണമെന്ന്. പക്ഷേ ഞാൻ എന്തിനാണ് അവനെ കൂട്ടി കയറ്റുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നിട്ട് ഓടുവാണ്. ഞാൻ വിളിക്കുമ്പോൾ വീടിന് വട്ടം കറങ്ങുമൊക്കെ ചെയ്യുന്നവൻ. എന്നിട്ട് പിന്നെ ലാസ്റ്റത്തെ അവൻ്റെ അടവാണ്, അവിടെ പോയി കിടക്കും. അവിടെ നമ്മൾ വേണമെങ്കിൽ പിടിച്ച് എടുത്തുകൊണ്ടൊക്കെ പോകണം. കാശുമാറാണ് അവനെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് പിന്നെ വലിച്ച് കൂട്ടിക്കൊണ്ട് കയറ്റി എങ്ങനെയൊക്കെയോ അവനെ. തിരിച്ചൊന്ന് നോക്കി എൻ്റെ കറികളൊക്കെ സെറ്റാണ്. മോരും എൻ്റെ ഇടയ്ക്ക് മോരും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി അടപ്പിൽ അതും അവിടെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കുളിച്ചൊക്കെ വന്നു. അപ്പം കാശി കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ അവനോട് വിളക്ക് കത്തിക്കാനൊക്കെ പറഞ്ഞു. അവൻ വിളക്ക് കത്തിച്ചു. ഞാൻ നാമമൊക്കെ ചൊല്ലി പിന്നെ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. അപ്പം അങ്ങനെ ഒരു അടിപൊളി ഡേ.